ആകെയുണ്ടായിരുന്ന ഒരു കൂര പൊളിച്ചു നീക്കി പുതിയൊരു വീടിനായി കാത്തിരുന്നവരാണ് ഇവർ. പക്ഷേ ഇവരെ കാത്തിരുന്നതാകട്ടെ മറ്റൊന്നും. ഞങ്ങൾ 3 പേരല്ലേ കിടക്കുന്നത്. എനിക്ക് കൂലിപ്പണി ചെയ്യുക, അല്ല ഒരു മാർക്കുമില്ല. ബഹുജന പദ്ധതി പ്രകാരം വീട് പണി തുടങ്ങിയവരാണ് ഇവർ. ആകെ 48,000 രൂപ ലഭിച്ചു. രണ്ടാം ഗഡു തുക കിട്ടാത്തതാണ് ഇവരെ പൂർണ്ണമായും പ്രതിസന്ധിയിലാക്കിയത്. ഇതേ അവസ്ഥയിലാണ് വിനോദും. വർഷങ്ങളായി വാടക വീട്ടിലാണ്. സ്വന്തമായി ഒരു കൂര നിർമ്മിക്കാൻ പണം കിട്ടുമെന്നറിഞ്ഞപ്പോൾ സന്തോഷം. ആകെ കിട്ടിയ 48,000 രൂപയ്ക്കൊപ്പം കടം കൂടെ വാങ്ങി തറ കെട്ടി. ഒരു വർഷമായി ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ പണി തുടങ്ങിയിട്ട്. അപ്പോൾ ആദ്യ ഗഡുവായിട്ട് നമുക്കൊരു 48 രൂപ മാത്രം കയറിയിട്ടുണ്ട്. പിന്നെ ഇതുവരെയായിട്ടും അതിനെക്കുറിച്ച് യാതൊരു അനക്കോ കാര്യങ്ങളോ ഒന്നും പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ ബ്ലോക്കിൽ നിന്നോ ഒന്നും അറിയിപ്പ് കിട്ടിയിട്ടില്ല. ചോദിക്കുമ്പോൾ പൈസ കയറുമെന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. ഇന്ന സമയത്ത് കയറും, അല്ലെ ഇപ്പോൾ നമ്മളിപ്പോൾ പൈസ മുടക്കി പണിതാൽ നമ്മളിപ്പോൾ ആരോടെങ്കിലും കള്ളക്കട മേടിച്ച് പണിയാന്ന് വെച്ചാലും ഇതെപ്പോൾ കിട്ടും, അല്ലെ എപ്പോൾ പൈസ കൂടി കയറും എന്ന് നമുക്ക് വ്യക്തമായൊരു മറുപടി അവിടുന്ന് കിട്ടുന്നില്ല. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം ആകെ ലഭിക്കേണ്ട തുക 4 ലക്ഷം രൂപ. ഒരു വിഹിതം കേന്ദ്ര സർക്കാർ, ഒരു വിഹിതം സംസ്ഥാന സർക്കാരും ബാക്കി തുക ത്രിതല പഞ്ചായത്തുകളും വഹിക്കണം. പഞ്ചായത്തുകൾക്ക് അനുവദിച്ച വീടുകൾക്കുള്ള കോടിക്കണക്കിന് രൂപ മാറ്റിവെക്കാൻ ഫണ്ടില്ലാത്തത് പ്രതിസന്ധിയായി. കേന്ദ്ര സർക്കാർ വിഹിതത്തിന്റെ ബാക്കി ലഭിക്കുന്നതിന് സംസ്ഥാന സർക്കാർ കത്തും കൈമാറിയിട്ടുണ്ട്. ഇനിയും എത്ര നാൾ ഈ താൽക്കാലിക കൂരകളിൽ കഴിയണം? ഒരു പുതു വീടിനായി എത്ര നാൾ കാത്തിരിക്കണം? ഉത്തരം ആര് നൽകും? നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്.